ഹായ് ഓൾ ദിസ് ഇസ് ശീതൽ വെൽക്കം ടു SPSC. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. 32ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? 32 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സൈനോ ഏട്രിയൽ നോഡ്. എന്താണ് പറയുന്നത്? ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ. സൈനോ ഏട്രിയൽ നോഡ് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. പേസ് മേക്കർ പ്രവർത്തനക്ഷമമല്ലാത്തവരിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? കൃത്രിമ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. കൃത്രിമ പേസ് മേക്കർ ആരെ കണ്ടുപിടിച്ചത്? വിൽസൺ ഗ്രേറ്റ് പാച്ച് ആണ് കേട്ടോ. അടുത്ത ഓപ്ഷൻസ് എന്താ? വൃക്ക. വൃക്ക എന്താ? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്താണ്? നെഫ്രോണുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ചോദിച്ചാലും വൃക്ക തന്നെ. വൃക്കയെ കുറിച്ചുള്ള പഠനം എന്താ? നെഫ്രോളജി. അടുത്തത് പാൻക്രിയാസ് എന്താണെന്ന് നോക്കാം. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന്റെ സ്ഥാനം എവിടെയാ? ആമാശയത്തിന്റെ താഴെയായിട്ട് വരും. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയഗ്രന്ഥി. 33ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 33ാമത് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? 33 ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. വിറ്റാമിൻ ഡി ആണ്. എന്താണ് വിറ്റാമിൻ ഡി? ജീവകം ഡി എന്താണ്? പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാ? വൈറ്റമിൻ ഡി തന്നെ. സൺഷൈൻ വൈറ്റമിൻ എന്നും ജീവകം ഡി അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താ? കാൽസിഫെറോൾ. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്താ? കണ അഥവാ റിക്കറ്റ്സ് ആണ്. മറ്റ് ഓപ്ഷൻസ് നോക്കാം. എന്താണ് വൈറ്റമിൻ ഇ? ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതോ? വൈറ്റമിൻ ഇ തന്നെ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വന്ധ്യത. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. ഇനി വൈറ്റമിൻ കെ എന്താണെന്ന് നോക്കാം. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താ? ഫില്ലോക്കിനോൺ. ഇനി വൈറ്റമിൻ സി എന്താണെന്ന് നോക്കാം. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താ? അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് എന്താ? പുളിരുചിയുള്ള പഴങ്ങളിൽ. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി തന്നെ. 34ാമത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? 34 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വിഘടനം, ഡീകമ്പോസിഷൻ എന്നാണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്? സസ്യങ്ങളിൽ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നതാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഏതാ? ഹരിതകം. എന്താണ് ഓക്സീകരണം എന്ന്? എന്താണ് ഓക്സീകരണം? ഒരു പദാർത്ഥം ഓക്സിജനുമായി ചേരുന്ന പ്രക്രിയയാണ് ഓക്സീകരണം. അതോ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന രാസപ്രക്രിയ. ലളിതമായി പറഞ്ഞാൽ വായുവിലെ ഓക്സിജനുമായി ഒരു വസ്തു ചേരുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. എന്താണ് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ എന്ന് പറയുന്നത്? ദ്രാവകം അതിന്റെ തിളനിലയിൽ എത്തുന്നതിന് മുമ്പ് ഉപരിതലത്തിൽ നിന്ന് പതുക്കെ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 35ാമത് ക്വസ്റ്റ്യൻ നോക്കാം. DOTS എന്താ? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 35 ഓപ്ഷൻ ഡി ആണ്. ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം. ART അഥവാ
ആന്റി റിട്രോവൈറൽ വൈറൽ തെറാപ്പി. HIV വൈറസിന്റെ പെരുകൽ തടയാൻ സഹായിക്കുന്ന മരുന്നുകളുടെ കൂട്ടമാണിത്. ഈ ചികിത്സാ രോഗനിർണയത്തിന് ശേഷം എത്രയും വേഗം ആരംഭിക്കേണ്ടതാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. പോളിയോ ദിനം ഒക്ടോബർ 24. മോൾ ദിനം എന്നാ? ഒക്ടോബർ 23. നമ്മളൊരു കോഡിലൂടെ പഠിക്കാം. മോൾക്ക് പോളിയോ കൊടുത്തോ, അതായത് മോൾ ദിനം ഒക്ടോബർ 23, പോളിയോയുടെ ഒക്ടോബർ 24. 36ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? 36 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ശൈലി ആപ്പാണ്. എന്താണ് നിരാമയ? ഭിന്നശേഷിക്കാർക്ക് സാമ്പത്തിക സഹായവും ആരോഗ്യ പരിരക്ഷയും നൽകാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. എന്താണ് സമ്പൂർണ്ണ? കേരളത്തിലെ സ്കൂളുകൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് വികസിപ്പിച്ച ഒരു സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് സമ്പൂർണ്ണ. ഇനി എന്താണ് ഇ ഹെൽത്ത് എന്ന് പറയുന്നത്? കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ഒരു ഓൺലൈൻ സംവിധാനമാണ് ഇ ഹെൽത്ത് എന്ന് പറയുന്നത്. ആശുപത്രികളിലെ നീണ്ട ക്യൂ ഒഴിവാക്കി ഓൺലൈനായി ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും രോഗവിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാനുമാണ് ഇ ഹെൽത്ത് സംവിധാനം. 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? 37ാമത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. HIV. HIV വൈറസിന്റെ ജനിതക ഘടകം ഏതാണ്? RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? പത്തനംതിട്ട. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അതിന്റെ ചിഹ്നം എന്താ? ചുവന്ന റിബൺ. എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകൾ ഏതൊക്കെയാ? എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, സത്തേൺ ബ്ലോട്ട്, നേവ, PCR, റാപ്പിഡ് ടെസ്റ്റ് എന്നിവയാണ്. ആദ്യ ടെസ്റ്റാണ് ഇതിൽ എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. 38ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 38ാമത് ക്വസ്റ്റ്യൻ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഏതാണ്? 38ാമത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. രണ്ടും എതിർദിശയിൽ. ന്യൂട്ടന്റെ 3ാം ചലന നിയമപ്രകാരം ഓരോ പ്രവർത്തനത്തിനും അതിന് തുല്യവും എതിർദിശയിലുമുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അതിനാൽ പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും തുല്യമാണ്. എതിർദിശയിലാണ് പ്രവർത്തിക്കുന്നത്, വ്യത്യസ്ത വസ്തുക്കളിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത് ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. പ്രകാശരശ്മികൾ അഥവാ അൾട്രാ വയലറ്റ് കിരണങ്ങൾ അഥവാ ഗാമ കിരണങ്ങൾ പൊട്ടാസ്യം, സീസിയം, സിങ്ക് തുടങ്ങിയ മൃദുലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. ഇത് ആരാ ആവിഷ്കരിച്ചത്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 40ാമത് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? 40 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 100 ന്യൂട്ടനാണ്. വർക്ക് ഈക്വൽ ടു m × g, മാസ് ഇൻറ്റു ഗ്രാവിറ്റി, 10 × 10 100 ന്യൂട്ടൺ. 41ാമത് ചോദ്യത്തിലേക്ക് കടക്കാം. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? 41 ഡി ആണ് ഓപ്ഷൻ വരുന്നത്. നോബൽ സമ്മാനം. ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിനാണ്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക് യുണൈറ്റഡ് കിങ്ഡം, മൈക്കൽ
ഫ്രാൻസിൽ നിന്നും. ജോൺ എം മാർട്ടിനസ് അമേരിക്കയിൽ നിന്നുമാണ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ വലിയ അളവിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ഊർജത്തിന്റെ ക്വാണ്ടിയറും എനർജി ക്വാണ്ടൈസേഷൻ കണ്ടെത്തിയതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 42ാമത് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? 42 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ട്രിഷ്യമാണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. ഏറ്റവും ലളിതമായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ലളിതമായതാണ് പ്രോട്ടിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ. ഇനി റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് റേഡിയോ ആക്റ്റീവായതാണ് ട്രിഷ്യം എന്നത്. 43ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് ആൻസർ വരുന്നത്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും. ഇത് ഏത് ലോയാണ്? ബോയിൽ ലോയാണ്. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും എടുത്താൽ P × V ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ചാൾസ് നിയമം എന്താ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം V എന്നും താപനില T എന്നും എടുത്താൽ എന്താ പറയാ? V/T ഒരു സ്ഥിരസംഖ്യ ആയിരിക്കുമെന്നാണ് ചാൾസ് ലോ പറയുന്നത്. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത് ഏത് നിയമത്തിന് ഉദാഹരണമാണ്? ചാൾസ് നിയമത്തിന്. ഇനി എന്താണ് ഗേ-ലൂസാക്ക് നിയമം എന്ന് നോക്കാം. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ അതിന്റെ മർദ്ദം ആബ്സല്യൂട്ട് സ്കെയിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ആബ്സല്യൂട്ട് സ്കെയിൽ മാതൃകയ്ക്ക് അനുപാതത്തിലായിരിക്കുന്നത് ഗേ-ലൂസാക്ക് നിയമമാണ്. P/T = K ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇനി എന്താണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതത്തിലായിരിക്കുന്നത് അവഗാഡ്രോ. അതായത് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. 44ാമത് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? 44ാമത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. NH4Cl എന്നാണ്. അഞ്ചാമത് ചോദ്യത്തിലേക്ക് കടക്കാം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 45 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം. 46ാമത് ചോദ്യത്തിലേക്ക് കടക്കാം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? 46 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പൂന്താനം നമ്പൂതിരിയുടെ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? 47 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എൽദോസ് പോൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 47 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ചിറക്കൽ, കണ്ണൂർ. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടിത്തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിത്തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചുള്ള
ഇതാണ് ഈ വിവരണങ്ങൾ. 49 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പടയണി. തപ്പുകുട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്. കവുങ്ങിൻ പാളയിലെയാണ് കോലങ്ങൾ. ഏതാണ്? പടയണി. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചൂടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? 50 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 3ഉം 4ഉമാണ് ശരി. കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം. 4 എന്താ? ഉണ്ണായി വാര്യരുടെ നളചരിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.